ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി NBFC ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ അടുത്ത കാലത്തായിട്ട് ട്രെൻഡിങ്ങിൽ കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 180 കോടിയോളം ലോൺ കൊടുത്ത കിടിലം ഒരു NBFC ആണ്. അപ്പോൾ ഈ NBFCയിലേക്ക് നമ്മൾ ലോൺ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് നമ്മൾ വേറൊരു NBFCയിലും അല്ലെങ്കിൽ ഒരു ബാങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രയും കുറഞ്ഞ എലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് ലോൺ തരുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ് അത്. ഞാനും ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച് അബദ്ധം പറ്റിപ്പോയി, അത് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഒരു സുഹൃത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം വളരെ കുറഞ്ഞ സിബിലാണ്. വളരെ കുറഞ്ഞെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സിബിലാണ്. അതേപോലെ തന്നെ എനിക്ക് ഒബ്ലിഗേഷൻ, അതായത് എനിക്ക് ഒരുപാട് ഒബ്ലിഗേഷൻ, അതായത് നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മുടെ വരവും ചിലവും നമുക്ക് അറിയാമല്ലോ. നമ്മുടെ ലോൺ റിജക്റ്റ് ആകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകും. ബാങ്ക് നോക്കുന്നതാണ് ബാധ്യത. ഉദാഹരണം, നമുക്ക് 20,000 രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിനൊരു 5, 6, 7 ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്താലും എത്ര പക്ക സിബിലാണെങ്കിലും നമുക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ അതാണ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഒബ്ലിഗേഷൻ നോക്കാതെ ലോൺ ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ ആക്സിസ് ബാങ്കാണ് ഒരു പരിധി വരെ മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച്. ഓക്കെ, നമുക്കൊരു സാലറി കിട്ടുമ്പോൾ നമ്മുടെ ചിലവുകളുണ്ട്, നമ്മുടെ വീട്ടു ചിലവ്, അതെല്ലാം ബാങ്ക് മാറ്റി വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ EMI ഇട്ടിട്ട് അവർക്ക് ഇത്രയും അടയ്ക്കാൻ പറ്റുമെന്ന് ബാങ്ക് നോക്കിയതിന് ശേഷം മാത്രമാണ് ലോൺ കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞത് കേട്ടതിന് ശേഷം നിങ്ങൾ ലിങ്കിൽ പോകുക, അപ്ലൈ ചെയ്യുക, എന്ത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് ഏകദേശം 40,000 രൂപ വരെ സാലറി ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായല്ലോ. സാലറി ഉണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യും. ഏകദേശം വന്നിട്ട് 1.5 മുതൽ 5 ലക്ഷം വരെ നിങ്ങൾക്ക് സാലറി ബേസിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. അതും വളരെ തുച്ഛമായ സിബിൽ സ്കോറിലും വളരെ തുച്ഛമായ സാലറിയിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷമൊക്കെ വേണമെങ്കിൽ, അതായത് 40,000-ന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാലറി വേണം. അത് ഞാൻ ആദ്യം പറയാം. 40,000-ന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി വേണ്ട. ഒരു ആവറേജ് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നും ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു സുഹൃത്തിന്, അത് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം. അതായത് ഇദ്ദേഹത്തിന് ഭയങ്കരമായ സിബിൽ ഇഷ്യൂ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മൊബൈൽ ഈ ബജാജ് ഫിനാൻസിൽ നിന്ന് മൊബൈൽ എടുത്ത് കൊടുത്തു. അദ്ദേഹം ആദ്യത്തെ 3 തവണ അടച്ചു, പിന്നെ ഒരു വർഷത്തോളം അടച്ചിട്ടില്ല. അങ്ങനെ ഇദ്ദേഹമാണ് ഗ്യാരണ്ടറായിട്ട് നിന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിബിൽ വളരെ ഡൗൺ ആയി. എന്നാലും അദ്ദേഹത്തിന് 4,000 രൂപയുടെ അപ്രൂവൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം ഇവിടെ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, അദ്ദേഹത്തിന് ഈ ഒരു എമൗണ്ട് കിട്ടും. ഇപ്പോൾ ഈ കാണുന്നത് എനിക്ക് കിട്ടിയ റാം ഫിൻകോപ്പിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ലോണാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. 11,500 രൂപ. 11,500 അല്ല, 10,000 ലോൺ കിട്ടിയത്. തിരിച്ചടയ്ക്കാനുള്ള എമൗണ്ടാണ് 11,500. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ കാണുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് മുഴുവനും നമ്മൾ ചാനലിൽ കാണിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്ത് ഞാനത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഒബ്ലിഗേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഒബ്ലിഗേഷൻ വെച്ചുകൊണ്ട് എനിക്ക് മനസ്സോടെ ഞാൻ ഒരു 10,000 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്തതാണ്. അത് അപ്രൂവലായി. ഓക്കെ, പിന്നെ ഞാനത് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. എനിക്ക് 25,000 രൂപ വരെ കിട്ടിയേനെ. ഞാൻ 10,000 രൂപയെന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർ എനിക്ക് 10,000 രൂപ തന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു 3 മാസം ഒരു EMI തന്നിരിക്കുന്ന 3 മാസത്തേക്ക് EMI തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1 മാസം കൊണ്ട് ഒരുമിച്ച് ഫോഴ്സ് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ഡ്യൂ ഡേറ്റ് വരുന്നത് 3/2/2025 ഡ്യൂ ഡേറ്റ് വരുന്നത്. പിന്നെ ഇവരുടെ ഒരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് പാർട്ട് പേയ്മെൻറ്റും ചെയ്യാം, ഫുൾ പേയ്മെൻറ്റും ചെയ്യാം. നമ്മുടെ ബ്രാഞ്ചിലുള്ളതുപോലെ. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ആവാൻ നിൽക്കേണ്ട, നിങ്ങളിൽ ഉള്ള പൈസയാണെങ്കിൽ നിങ്ങൾ 100, 150 വെച്ച് നിങ്ങൾക്ക് പാർട്ട് പേയ്മെൻറ്റ് അടയ്ക്കാം. ഓക്കെ, ഇങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു മാസം അവസാനം വരുന്ന സമയത്ത് നമുക്ക് ഒരു തുച്ഛമായ എമൗണ്ടേ വരികയുള്ളൂ. അത് നല്ലൊരു ഓപ്ഷനാണ് ബ്രാഞ്ചും ഈ ഒരു റാം ഫിൻകോപ്പും നൽകിയിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. പലിശ കുറച്ച് കൂടുതലാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അത് ഞാൻ ആദ്യമേ പറയാം. കാരണം ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് ഒരു ആപ്പിൻ്റെ റിവ്യൂ. ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ഇപ്പോഴുള്ള NBFCകളിൽ ഏറ്റവും ഫാസ്റ്റും ഏറ്റവും കുറഞ്ഞ ആ ഒരു സിബിൽ സ്കോറിലും ഒബ്ലിഗേഷൻ അധികവും നോക്കാത്ത ഒരു NBFC ഇപ്പോൾ നിലവിലുള്ളൂ. അത് റാം ഫിൻകോപ്പാണ്. ഇനി അവരുടെ ബിസിനസ് വർദ്ധിക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും എലിജിബിലിറ്റി കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റിലുള്ള അവരുടെ പരസ്യം കാണാം. അപ്പോൾ അവർ ആ ഒരു സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും ആ ഒരു എലിജിബിലിറ്റിയിൽ കുറവ് കൊടുത്തിരിക്കുന്നത്. ഇനി വരും സമയങ്ങളിൽ ചിലപ്പോൾ അവരുടെ സാലറി ഉള്ളവർക്ക് മാത്രമാക്കാം, അല്ലെങ്കിൽ സിബിൽ ഇത്ര വേണമെന്ന് പറയും. ഒരു വിധമൊക്കെ സിബിൽ, അതായത് നമ്മൾ ജന്മനോ ഡിഫോൾട്ട്
പെട്ടെന്ന് പറയില്ല. അതേപോലെ നമ്മൾ ലോൺ എടുത്തിട്ട് ഒരു ലോൺ പോലും ഇത് അടച്ചിട്ടില്ല, അങ്ങനെ 2-3 EMI എങ്കിലും ഏതെങ്കിലും ലോണിലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ലോൺ തരും. ഒരു പക്ക ഡിഫോൾട്ടറിന് അവർ ലോൺ തരില്ല, ഒരു കൊടുക്കില്ല, അത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ക ഡിഫോൾട്ടർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഫസ്റ്റിൽ ഒരു ലോൺ എടുത്തു, അത് ഒരു EMI അടച്ചില്ല, പിന്നെ ലാസ്റ്റ് സെറ്റിൽമെൻ്റ് ആയി, അതിൽ കുറച്ച് പൈസ അയച്ചു, വീണ്ടും നമ്മൾ വേറെ ഏതെങ്കിലും കൺസ്യൂമർ ലോണോ ബിസിനസ് ലോണോ എടുത്തു, അതും അടച്ചില്ല, അതും സെറ്റിൽമെൻ്റ് ആയി, എന്നാൽ ഇപ്പോൾ വീണ്ടും സിവിലുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും കൊടുക്കില്ല. ഇപ്പോൾ ഒരു ലോൺ എടുത്തു, ഇടയ്ക്ക് വെച്ച് 2, 3, 4 മുടങ്ങിയവർക്ക് അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. എനിക്ക് റീസെൻ്റ്ലി ഇത് ഞാൻ എൻ്റെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചാൽ പറയുന്നത്. റീസെൻ്റ്ലി എനിക്ക് ഈ ഒരു 3 മന്ത്സിനുള്ളിൽ എനിക്ക് അങ്ങനെ ബൗൺസോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. ഞാൻ ഒരാൾക്ക് ഗ്യാരണ്ടറായിട്ട് നിന്നിരുന്നു, അദ്ദേഹം ഒരു മാസത്തെ ആ ഒരു EMI ബൗൺസ് വരുത്തിയിരുന്നു, അതൊന്നും എൻ്റെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടൊരു ലെക്കായി പോയി എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലധികം എന്താ പറയുക നമ്മുടെ ആ ഒരു പിന്നെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നോ വളരെ എന്താ പറയുക ഹാർഡായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ KYC കൊടുക്കുക, അപ്ലൈ ചെയ്യുക, മൊബൈൽ നമ്പർ OTP ഒക്കെ വരും, അത് ഞാൻ കാണിച്ചിട്ടേണ്ട ആവശ്യമല്ലോ, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി എനിക്ക് അടുത്തത് കിട്ടാൻ പോകുന്ന 25,000 രൂപയായിരിക്കും ഇത് ക്ലോസ് ചെയ്താലുടൻ തന്നെ. അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക, സിബിലിൽ നിങ്ങൾ ഇഷ്യൂ വരുത്തരുത്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആപ്പിൽ നിന്നും റിങ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ ഒരു റാം ഫിൻകോപ്പ്, ട്രൂ ബാലൻസ്, ബ്രാഞ്ച്, നമ്മുടെ ചാനലിലുള്ള മിക്ക ആൾക്കാരും പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനാണ്, മെയിൻ ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ്, ബ്രാഞ്ച്, അതേപോലെ തന്നെ ഇപ്പോൾ ഈ റാം ഫിൻകോപ്പ്, പിന്നെ റിങ്, അങ്ങനെ കുറച്ച് ആപ്പിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ എന്താ ഇഷ്യൂസ് ഒന്നും വരുത്തരുത്. നിങ്ങൾ ആ മാസം ആദ്യം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാനുള്ള ആ ഒരു തുകയുടെ ആ ഒരു എന്താ പറയുക ഒരു കാൽക്കുലേഷൻ മനസ്സിൽ നടത്തുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പാർട്ട് ടൈം പേയ്മെൻ്റ് ആയിട്ട് ചെയ്തു പോവുക. ലാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് നമുക്ക് പൈസ മറിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കുളമാകും, EMI ഇഷ്യൂ ആവും, അങ്ങനെ EMI ഡ്യൂ വന്നാൽ പിന്നെ അറിയാമല്ലോ, ഹോസ്പിറ്റൽ കേസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആകെ ഒരു മറിക്കാൻ ക്യാഷ് കാണില്ല, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സിബിലിൽ വരും. അത് നമ്മൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ആ ഒരു ലോൺ എടുക്കുന്ന ആ ഒരു എലിജിബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.